എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ അവഗണിച്ചവർക്ക് തിരിച്ചടി, നിങ്ങളെ സ്നേഹിച്ചവർക്ക് വിജയം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ വെറ്റില പൈലായി സ്വീകരിച്ചവർ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ സ്നേഹിച്ച ഒരുപാട് പേരുണ്ട്. പലപ്പോഴും നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവർക്ക് തിരിച്ചടിയും ദുഃഖവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം വാരിക്കോരി തന്നിട്ട് അവർക്ക് തിരിച്ചടി മാത്രമേ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു വേദന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് എന്താണ് എനിക്ക് നൽകാൻ കഴിഞ്ഞത്? എനിക്കൊന്നും നൽകാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു ദുഃഖമായിട്ട് മാറുകയാണല്ലോ. ഞാനെങ്ങനെ എൻ്റെ ആളുകളെ ഇഷ്ടപ്പെടും? എന്നെ സ്നേഹിച്ചവർക്ക് എന്താണ് തിരിച്ചു നൽകുന്നത്? എന്നെ സ്നേഹിച്ചവർക്ക് ദുഃഖം മാത്രം നൽകേണ്ടി വന്നല്ലോ. എന്നെ സ്നേഹിച്ചവരുടെ അവസ്ഥ പരിതാപകരമായല്ലോ എന്നുള്ള ചിന്ത നിങ്ങളിൽ എപ്പോഴും ഉണ്ട്. അത് ശരിയുമായിരുന്നു. നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒരുപാട് തിരിച്ചടികൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നവരുണ്ട്. അവർക്ക് എന്നാണ് ഒരു നന്മ നൽകാൻ കഴിയുക? എന്നാണ് ഒരു സന്തോഷം നൽകാൻ കഴിയുക എന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഞാൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ ദുഃഖിച്ചവർ, എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടവർ, എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടവർ, എന്നെ സ്നേഹിച്ചിട്ടും എനിക്ക് പകരം ഒന്നും നൽകാൻ കഴിയാത്തവർ, അങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും എന്നെ സ്നേഹിച്ചവർക്ക് എന്തെങ്കിലും ഒന്നും എനിക്ക് നൽകാൻ കഴിയാതെ പോയത്? എന്നെ സ്നേഹിച്ചവരോട് എന്തെങ്കിലും ഒരു എനിക്ക് കാണിക്കാൻ കഴിയാതെ പോയത്? അങ്ങനെ ആ ദുഃഖത്തിൽ നിങ്ങൾ കഴിയുകയാണ്, മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് പലതും നൽകിയ, നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളടുത്ത് വരുമ്പോൾ ഓടി വന്ന് നിങ്ങളോട് സംസാരിച്ച, ആത്മാർത്ഥതയോടെ നിങ്ങളെ സമീപിച്ച, നിങ്ങൾക്ക് വേണ്ടി അവരെല്ലാം നൽകിയ അവരുടെ ഇഷ്ടം, സ്നേഹം, അതിന് പകരം നൽകാൻ ഒന്നുമില്ലല്ലോ എന്ന് നിങ്ങൾ കരുതി ദുഃഖിക്കേണ്ട. നിങ്ങളെ സ്നേഹിച്ചവരെയും നിങ്ങളെ ഇഷ്ടപ്പെട്ടവരെയും നിങ്ങളുടെ ശക്തി സംരക്ഷിക്കും. അവർക്കും നിങ്ങൾക്കും നേട്ടം കിട്ടും. അവരും നിങ്ങളും നേട്ടത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. അത് വലിയൊരു സൗഭാഗ്യമായിരിക്കും, വലിയൊരു പ്രതീക്ഷയായിരിക്കും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളെ സ്നേഹിച്ചവരും നിങ്ങൾ സ്നേഹിച്ചവർക്കും നന്മ വരാൻ പോവുകയാണ്, വിജയം വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് അത് ആസ്വദിക്കാനും കഴിയും, അറിയാനും കഴിയും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ ഫയൽ സ്വീകരിച്ചവർ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. അവഗണിച്ചവർ ഒരുപാട് വേദനകളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അവർ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച്, പക്ഷെ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ നൽകാനുള്ളതൊക്കെ നൽകി, പക്ഷെ ഒരു ആത്മാർത്ഥതയും നിങ്ങളോട് അവർ തിരിച്ചു കാണിച്ചില്ല. അവരെപ്പോഴും അവരുടേതായ ഒരു സ്വാർത്ഥതയുടെ ലോകത്ത് മാത്രമായിരുന്നു. നിങ്ങൾക്കെന്ത് സംഭവിക്കുന്നുവോ, നിങ്ങൾക്കെന്തെങ്കിലും മെച്ചമുണ്ടോ, നിങ്ങൾ കാര്യങ്ങളെയൊക്കെ എങ്ങനെ സമീപിക്കും എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണയുമില്ല. നിങ്ങളെ ഭയപ്പെടുത്തുകയോ നിങ്ങളെ വേദനിപ്പിക്കുകയോ നിങ്ങളെ അവഗണിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. ആത്മാർത്ഥമായി അവരെ സ്നേഹിച്ച നിങ്ങളോട് അവർ പെരുമാറിയത് ഒരു മനസ്സാക്ഷിയില്ലാതെയാണ്. അവരുടെ മനസ്സാക്ഷിയില്ലായ്മ, അവരുടെ ആത്മാർത്ഥമില്ലാത്ത പെരുമാറ്റം നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചു. എന്തുകൊണ്ടാണ് അവരങ്ങനെ എന്നോട് പെരുമാറിയതെന്ന് പോലും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു. ഞാനെന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് വേദന തോന്നി. കൂടെ അപമാനിക്കുകയും കൂടെ വെറുക്കുകയും, നിങ്ങൾ ഉപദ്രവമോ സ്നേഹിക്കുകയോ വെറുപ്പോ കാണിക്കാത്ത ആൾക്കാർ പോലും നിങ്ങളോട് ഒരുപാട് ദുരിതങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാറകൾ വെച്ചു, ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ഒന്നും ചെയ്യാത്ത നിങ്ങളെ അവർ വെറുതെ വിട്ടില്ല. എവിടെ ചെന്നാലും ശത്രുക്കളായിട്ട് നിറയാൻ തുടങ്ങി. ജോലിസ്ഥലത്ത്, വീടിൻ്റെ അടുത്ത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചപ്പോഴും മറ്റുള്ള പല കാര്യങ്ങളിലും
എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ ശത്രുക്കളുണ്ടായി. പക്ഷേ ഈ ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ശത്രുക്കളുണ്ടായി, എന്തുകൊണ്ട് ഇത്രയും പ്രതിസന്ധികൾ സഹിക്കേണ്ടി വന്നു, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് എനിക്ക് സംഭവിച്ചത്? ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ ശത്രുക്കളുമായിട്ട്, അല്ലെങ്കിൽ ശത്രുക്കൾ ഇതാക്കി അവരുടെ ശല്യം കൊണ്ട് തീരുമോ എന്ന് പോലും നിങ്ങൾ സംശയിച്ചു. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രതീക്ഷയോടെ ഒരു ദിവസം വരുന്നത്. നിങ്ങളെ ഉപദ്രവിച്ചവരാരായാലും, നിങ്ങളെ അവഗണിച്ച് നിങ്ങളെ നിരാശപ്പെടുത്തിയത് ആരാണെങ്കിലും അവർക്ക് അതിൻ്റെ തിരിച്ചടി ലഭിച്ചിരിക്കും. അവർക്ക് അതിൻ്റെ തിരിച്ചടി ലഭിക്കാൻ പോവുകയാണ്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ, നിങ്ങളെ വേദനിപ്പിച്ചവർ, അവർക്ക് അതിൻ്റേതായ ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൺമുമ്പിൽ അവർ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയും. അത്രത്തോളം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ശക്തി കേട്ടിരിക്കുകയാണ്. ആ തിരിച്ചടി അവർക്കുണ്ടാവും. അവഗണിച്ചവർ തിരിച്ചടി ഉണ്ടാവും. അവരിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയും. അത് നിങ്ങളുടെ സ്നേഹം കൊണ്ടും നിങ്ങളുടെ കാരുണ്യം കൊണ്ടും മാത്രം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.